നമ്മളൊരു വീട് പണി ചെയ്യുകയാണെങ്കിൽ ആ വീടിൻ്റെ ഒരു 80% വർക്കിൻ്റെ സ്റ്റേജിലാണ് നമ്മൾ ഇൻറ്റീരിയർ വർക്കിലേക്ക് നമ്മൾ ചിന്തിക്കുക. ഫർണിച്ചർ വർക്കായാലും ഇൻറ്റീരിയർ വർക്കായാലും ഒരു 80% വർക്കിൻ്റെ സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് കിടക്കുക. ആ സമയത്ത് പൊതുവെ ആർക്കിടെക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു കൺസൾട്ടിങ്ങിലാണ് എല്ലാവരും വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതല്ലാതെ ചെയ്യുന്ന വർക്കുകളോ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഈ വർക്കേഴ്സിനെ വെച്ചിട്ട് ലേബർ കോൺട്രാക്ട് കൊടുത്ത് മെറ്റീരിയൽ വാങ്ങിക്കൊടുത്ത് ചെയ്യുകയായിരിക്കും നല്ലതെന്നുള്ളൊരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി സുതാര്യത ഉണ്ടാവും. നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന മെറ്റീരിയലല്ലേ, അതിലൊന്നും മാറ്റം വരുന്നില്ലല്ലോ, ചിലവ് വളരെ കുറഞ്ഞു കിട്ടില്ലേ, കരാറ് കൊടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാലോ നമുക്ക് എന്താണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്നും കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എല്ലാവരും ഒരു ചിന്താഗതി. സത്യം പറഞ്ഞാൽ അത് ഒരു തെറ്റാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോൺട്രാക്ട് കൊടുത്ത് വർക്ക് ചെയ്യിക്കുകയാണെങ്കിൽ ആ വർക്കേഴ്സ് ചിലപ്പോൾ ആ ഒരു ടീം ഒരു 4-5 വർക്ക് എടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിലായിരിക്കും ഒരു വർക്ക് നമ്മുടെ വർക്ക് എടുക്കുക. ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ വേറെ വർക്കിലേക്ക് മാറി നമ്മുടെ വർക്കിനെ നമ്മൾ വിചാരിച്ച ടൈമിന് തീർത്ത് തരാനുള്ള സാധ്യത വളരെ കുറവാണ്. കൂടുതലും കണ്ടുവരുന്നത് നമ്മൾ പറയുന്ന സമയത്ത് ഒരിക്കലും തീർക്കില്ല. പ്ലൈവുഡിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ വാട്ടർ പ്രൂഫിൽ 710 ഗ്രേഡ് ഉണ്ട്, അതേപോലെ ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്. നമ്മളെല്ലാം ഏറ്റവും ബെറ്റർ എടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുള്ളൂ. പക്ഷെ നമുക്കത് തിരിച്ചറിയാനുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടുണ്ടാവും. നമുക്കിപ്പോൾ കോൺട്രാക്ട് കൊടുത്ത വർക്കേഴ്സ് കൂടി ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ലാഭകരമായ രീതിയിലാണ് അതിനെ സെലക്ട് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുള്ളൂ. അപ്പോൾ യൂസ് ചെയ്ത് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അതിന് എന്താണ് കംപ്ലയിൻ്റ് എന്ന് അറിയാൻ പറ്റുള്ളൂ. അതേപോലെ ഫിറ്റിങ്സ്, അതിലേക്ക് യൂസ് ചെയ്യുന്ന അസറീസ്, കിച്ചൺ അസറീസ് ആയാലും ഒക്കെ ബ്രാൻഡഡ് യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു വ്യത്യാസവും നമ്മളറിയാതെ പർച്ചേസ് ചെയ്യുമ്പോഴുള്ളൊരു വ്യത്യാസം തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അസറീസ് എടുക്കുകയാണെങ്കിൽ തന്നെ ബ്രാൻഡഡ് ആണെന്ന് വിചാരിച്ച് നമ്മൾ എടുക്കും. നമുക്കത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അതിലൊക്കെ പാളിച്ച് പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ മരം, ഇപ്പോൾ ഫർണിച്ചറിന് ആവശ്യമായതോ വീട് നിർമ്മാണത്തിന് ആവശ്യമായ ഡോറുകൾക്കോ ജനലുകൾക്കുള്ള മരങ്ങളായാലും ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവ് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും. നമുക്കതിൽ പ്രൊഫഷണലായിട്ട് നമുക്കറിയില്ല. അതൊരു പ്രൊഫഷണലായിട്ടുള്ളൊരു ടീമിന് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസും നമ്മൾ സാധാരണ ഒരു ഫസ്റ്റ് ടൈം കാണുന്ന ഒരു എക്സ്പീരിയൻസ് തമ്മിൽ ഒരുപാട് ഡിഫറൻ്റ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ അബദ്ധത്തിൽ വന്ന് പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ഈ വീട് പണിയുടെ തിരക്കും ടെൻഷൻ്റെ ഇടയിൽ ഈ ഒരു ഇത് കൂടി നമ്മൾ ഹൈപ്പർ ടെൻഷൻ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ടീമിനെ, ഇപ്പോൾ ശ്രീവിനായകനോ അതേപോലെ ഒരു ബ്രാൻഡഡ് കമ്പനി എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനീനെ ഏൽപ്പിക്കുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻറ്റിനെ അവർക്ക് കിട്ടുകയാണ്. ഒരു പോയിൻ്റ്, ഒരു ഐഡിയ അവർ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഇൻറ്റീരിയൽ വർക്കിന് എനിക്ക് ഇന്നത് വേണം. നമുക്കിപ്പോൾ ഒരു വർക്ക് ഫിനിഷ് ആവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറേ കളർഫുള്ളായിട്ട് ലാമിനേറ്റ് ചെയ്തിട്ട് കുറേ ലൈറ്റിങ് കൊടുത്ത് ഒരു ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാലും കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. നമുക്കതല്ല ആവശ്യം. നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാൻ പെർഫെക്റ്റ് ആയിരിക്കണം, കംഫർട്ടായിരിക്കണം, നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്ന് നമ്മുടെ ഒരു കൺസൾട്ടൻ്റ് അടുത്ത് അവർ ചോയ്സ് കൊടുക്കുകയാണെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്ത് ഒരു ചെറിയൊരു പോയിൻ്റ് കൊടുക്കുകയായിരിക്കും ചെയ്യാം. പക്ഷേ അതിനെ ഡെവലപ്പ് ചെയ്ത് അവരുടെ ഐഡിയയ്ക്ക് ആവശ്യമായ രീതിയിലുള്ള ഡിസൈനാക്കി അവർക്ക് ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മൾ വർക്ക് എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി കഴിയുന്നതിന് മുന്നേ തന്നെ വർക്കിൻ്റെ ഓരോ സ്റ്റേജിലും എങ്ങനെയായിരിക്കും ഓരോ വർക്ക് ഫിനിഷ് ചെയ്ത് വരിക എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ഒരു ക്ലയൻറ്റിന് സാധിക്കും. അതൊന്ന് നമ്പർ 1 പോയിൻ്റാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ പർച്ചേസ് എന്ന് പറയുന്നത് ഒരു കമ്പനി പർച്ചേസ് ചെയ്യുന്നത് പല രീതിയിലും ബൾക്കായിട്ട് എടുക്കുന്നതുകൊണ്ട് അവർക്ക് ഒരുപാട് ഒരു ഡീലർക്ക് കിട്ടുന്ന അതേ പ്രൈസിന് തന്നെ ഞങ്ങൾക്ക് കിട്ടും. അത് ഏറ്റവും നല്ല ക്വാളിറ്റി ഏതാണ്, അതിൽ ഡിഫറൻറ്റ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ വരിക, അതിലെങ്ങനെയൊക്കെയാണ് വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത എല്ലാം നമുക്ക് ഈ എക്സ്പീരിയൻസ്, ഞങ്ങളിപ്പോൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ടും നല്ല മാർക്കറ്റിൽ ഇത്രയും വർക്കുകൾ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് അതിൽ മനസ്സിലാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് കൂടുതൽ സാധിക്കും. അങ്ങനെയുള്ള ഒരു പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഒരു ഡിഫറൻറ്റ് ഇപ്പോൾ ഡയറക്റ്റ് പോയി എടുക്കുമ്പോൾ വില കൂട്ടി വാങ്ങി നല്ല ക്വാളിറ്റി അല്ലാത്ത എടുക്കുന്ന മെറ്റീരിയലിനേക്കാളും ബെറ്ററായിട്ട് അതിനേക്കാളും ചാർജ് കുറഞ്ഞ രീതിയിൽ നമുക്കിതിനെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് അതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയിൽ 200 പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 200 പേർക്കും ഒരു 5 പേര് 8 പേര് അവനെ ഒരു ടീമായിട്ട് സെലക്ട് ചെയ്തിട്ട് ഓരോ ടീമിന് ഓരോ സൂപ്പർവൈസർ, അങ്ങനെ ഓരോരുത്തരുടെ കൺട്രോളിലായിരിക്കും ഓരോ ടീം വർക്ക് ചെയ്യുക. ആ ഒരു ഇൻഡിവിജ്വലായിട്ടൊരു വർക്ക് ചെയ്യുന്ന ഒരു ടീമിന് ആ ഒരു വർക്ക് മാത്രമാണ് ചെയ്യുക. അപ്പോൾ അതിനെ സൂപ്പർവൈസ് ചെയ്യാൻ, അതിനെ മാനേജ് ചെയ്യാൻ ഒരു അസിസ്റ്റൻറ്റ് മാനേജർ, അതിൻ്റെ മുകളിലൊരു മാനേജർ, സീനിയർ മാനേജർ, അതിൻ്റെ മുകളിലൊരു ഇൻറ്റീരിയർ ഡിസൈനർ, അങ്ങനെ ഒരുപാട് പ്രൊസീജറും കുറേ ആളുകളുടെ എഫക്റ്റോട് കൂടിയിട്ടാണ് ഒരു വർക്ക് വരുന്നത്.
അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പീരിയൻസും ഇവരുടെ കഴിവും കാര്യപ്രാപ്തിയും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു വർക്ക് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. നോർമലി നമ്മൾ ഒരാളെ വെച്ച് ചെയ്യിക്കുമ്പോൾ ഇതിലൊന്നും ഉള്ള ചോയ്സ് ഇല്ല നമുക്ക്. നമ്മളെന്താ അവർ പറയുന്നത്, ആ വർക്കേഴ്സ് എന്ത് പറയുന്നു അതിനനുസരിച്ച് നമ്മൾ അവസാനം നീങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ തുടക്കത്തിലൊക്കെ ഭയങ്കര ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫോട്ടോ ഈ നെറ്റിലൊക്കെ നോക്കിയിട്ട് ഒരുപാട് ഫോട്ടോസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ടുള്ള ഡിസൈൻ അവരുടെ അടുത്ത് കൊടുക്കും. അവരതിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ലാസ്റ്റ് കൊണ്ടും ഒരു ഫിനിഷിംഗ് ആയിട്ട്. ഇത് നോർമൽ ആർക്കിടെക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നല്ല, അവരുടെ കൺട്രോൾ തന്നെ പോകുള്ളൂ. ഞാൻ നോർമൽ ചെയ്യുന്ന ഒരു വർക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. സാധാരണഗതിയിൽ കൂടുതലും ഇപ്പോൾ നമ്മുടെ ഇടങ്ങളിലൊക്കെ കണ്ടുവരുന്നത് ഇങ്ങനെയുള്ള അവസാനങ്ങളിൽ വർക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ ഇത്രയും എഫക്റ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് ഒരുപാട് കാശ് ചിലവാക്കി ഈ വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ അവസാനിക്കുന്നത് അത് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിലായിരിക്കില്ല. ഒരു 6 മാസം അതേപോലെ തന്നെയാണ് ഈ വർക്കേഴ്സിനെ നമ്മൾ പുറമേ നിന്നൊക്കെ ലേബർ കോൺട്രാക്ട് കൊടുത്ത് വാങ്ങുമ്പോൾ കരാർ കൊടുത്തെടുക്കുകയാണെങ്കിൽ ആ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടീം ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും. അവരത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ അടുത്ത സൈറ്റ് ചിലപ്പോൾ അവർക്ക് ഇന്നിപ്പോൾ തൃശ്ശൂരാണെങ്കിൽ അടുത്ത തിരുവനന്തപുരത്തായിരിക്കും. അപ്പോൾ നമുക്ക് നാളെ റെക്ടിഫിക്കേഷനോ മറ്റേ അതേപോലെ വല്ല ഒരു അഡീഷണൽ എക്സ്റ്റൻഷനോ അതേപോലെ വല്ല ചേഞ്ചോ, ഇപ്പോൾ ഒരു സ്ലൈഡിങ് ഡോറാണ് നമ്മൾ വെച്ചത്, അത് നമുക്ക് കംഫർട്ടല്ല, നമുക്കത് ഡോറാക്കി മാറ്റണം. അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ വരികയാണെങ്കിൽ നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 6 മന്ത്തൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ വേറൊരാൾ ചെയ്ത വർക്ക് ഒരിക്കലും നമ്മൾ അടുത്ത് വന്ന് വേറെ പുതിയൊരാളെടുത്ത് പറഞ്ഞ് അവർ വന്ന് ചെയ്തു തരില്ല. അപ്പോൾ ഈ വർക്കേഴ്സിനെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് അതിൽ വരുന്നത്. ഇപ്പോൾ ഞങ്ങളാണ് എന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ സ്ഥിരമായിട്ടുള്ളൊരു ഞങ്ങൾക്ക് ഒരു അഡ്രസ്സേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെയാണ്, നമ്മൾ ഇന്ന സ്ഥലത്താണ്, നമ്മളിപ്പോൾ വിളിച്ച് നേരിട്ട് ചെയ്ത ഒരു വർക്കാണ്. ഒരു 2 വീക്സ് അല്ലെങ്കിൽ ഒരു 2 ഇയർ അല്ലെങ്കിൽ ഒരു 10 ഇയർ ലൈഫ് ടൈം എപ്പോൾ വേണമെങ്കിലും ആ ഒരു കസ്റ്റമർക്ക് നമ്മളെ വിളിച്ചിട്ട് ഇന്ന പോലെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, ഇന്ന പോലെ ഒരു റെക്ടിഫിക്കേഷൻ ചെയ്യണം, അതിലൊരു അഡീഷണൽ എക്സ്റ്റൻഷൻ ചെയ്യണം, എപ്പോൾ വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞാലും ചെയ്തു കൊടുക്കാനും ഇതായിട്ട് പെർഫെക്റ്റായിട്ട് ഞങ്ങൾക്ക് ചെയ്തേ തീരും. എന്നാലാണ് ഞങ്ങൾക്ക് മാർക്കറ്റിൽ ആ ഒരു കസ്റ്റമറുടെ കെയർ ഓഫിലോ അവരുടെ അഭിപ്രായങ്ങളിലോ ഒരു നല്ലൊരു റെഫറൽ അടുത്തൊരു വർക്കിലേക്ക് ഞങ്ങൾക്ക് നല്ലൊരു അഭിപ്രായം ഞങ്ങൾക്ക് വരുള്ളൂ. അങ്ങനെ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമാണ് ഞങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സെലക്റ്റീവ് ആയിട്ടുള്ള നല്ല കമ്പനിക്ക് അവരുടെ എക്സ്പീരിയൻസ് നോക്കുക, നല്ല അവരുടെ ടീം നോക്കുക, അവർക്കുള്ള സ്ട്രെങ്ത്ത് നോക്കുക. അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 90% ഈ വുഡ് വർക്ക്, ഇന്റീരിയർ വർക്കിൻ്റെയും ടെൻഷൻ ആ വീട് പണി ചെയ്യുന്ന വ്യക്തിക്ക് ഒഴിവാക്കാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും നമുക്കതിൽ ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഡിഫറൻറ്റ് ഞങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ആരെങ്കിലും അടുത്ത് ഡിസ്കസ് ചെയ്യുകയോ ചോദിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ 2 കാറ്റഗറിയിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്കുകൾ കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കൺഫേം ആയിട്ട് തിരിച്ചറിയാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ഫർണിച്ചർ. ഇപ്പോൾ നമ്മൾ നിർമ്മിക്കുന്നത് വീട്ടിലുണ്ടാക്കുന്നതും ഒരു കടകളിൽ പോയിട്ട് നമ്മൾ വാങ്ങുന്നതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. അത് ഒരു നല്ല മരം നമ്മൾ വാങ്ങി ഒരു ഡിസൈൻ നമ്മളൊരു വർക്കിനെ കൊടുത്തു. ആ വർക്കിൽ കാണുന്ന ഫോട്ടോയിൽ ചിലപ്പോൾ അവർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നല്ല, പക്ഷേ നമ്മൾ അതിനെ യൂസ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കുമോ, നമുക്ക് കംഫർട്ടായ രീതിയിലാണോ ചെയ്യണത്, നമ്മുടെ ബോഡിക്ക് അനുസരിതമായ രീതിയിലാണോ ആ മെഷർമെൻറ്റും ഡ്രോയിങ് ഒക്കെ എടുത്തിട്ടാണോ ചെയ്യണം എന്നുള്ളത് നമുക്ക് കൺഫേം ആക്കി എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കില്ല അത് ചെയ്യണത്. പക്ഷേ നമ്മളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഒരു ബ്രാൻഡഡായ ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റായ രീതിയിൽ എല്ലാ കംഫർട്ടബിളും നോക്കിയതിന് ശേഷമായിരിക്കും ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ അതിന് നിർമ്മാണത്തിൻ്റെ എന്തെങ്കിലും ഘട്ടങ്ങളിൽ അത് യൂസ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇതിനെ ഫുള്ള് റെക്ടിഫൈ ചെയ്തിട്ട് പുതിയൊരു മോഡലായിട്ട് യൂസ് ചെയ്യാൻ പെർഫെക്റ്റായ രീതിയിലായതിനു ശേഷമായിരിക്കും നമുക്കത് സെയിലിന് കൊടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് മാക്സിമം ഗ്യാരണ്ടി കൊടുത്താലാണ് ആ ഒരു കസ്റ്റമർ നാളെ ഗ്യാരണ്ടിയോട് കൂടിയിട്ടുള്ള ക്വാളിറ്റിയോട് കൂടിയിട്ട് ചെയ്തു കൊടുത്താലാണ് നാളെ ഒരു കസ്റ്റമർ നാളെ നമ്മുടെ അടുത്ത് വീണ്ടും വരികയുള്ളൂ, നമ്മളോട് നല്ലതാണെന്ന് മറ്റുള്ളവരടുത്ത് പറഞ്ഞ് വീണ്ടും ബിസിനസ് നമുക്ക് നടക്കുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ പെർഫെക്റ്റായിട്ട് വർക്ക് ഫിനിഷ് ചെയ്ത് വാങ്ങുന്നതായിരിക്കും എന്നായിരിക്കാനാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ കയ്യിലാണ് തരുന്നതെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോ ക്വാളിറ്റി ചെക്കർമാർ അതിനെ ചെക്ക് ചെയ്ത് അതിൻ്റെ കംഫർട്ട് നമ്മുടെ ബോഡിക്ക് അനുസൃതമായ രീതിയിലാണോ ഈ വർക്ക് ചെയ്യേണ്ടത് എന്ന് ഡ്രോയിങ് ചെയ്തതിന് ശേഷമാണ് നമുക്കത് മാർക്കറ്റിലേക്ക് ഇറക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പിന്നീട് ഒരു പ്രോബ്ലം ആ ഒരു പ്രൊഡക്റ്റിന് ഒരിക്കലും ഉണ്ടാവില്ല. നമുക്കൊരു ഗ്യാരണ്ടി ആയ ഒരു പ്രൊഡക്റ്റായിട്ട് മാർക്കറ്റിൽ ഏറ്റവും നല്ല മനോഹരമായ ഒരു ഫർണിച്ചറായിട്ട് നമ്മളിവിടെ സെയിലിന് എടുക്കുന്നത്.